പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് നിംന. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹ്റൈനിലാണ്. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അനിയത്തിയും മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു സാധാരണ കുടുംബമാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പം തുടങ്ങിയുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു വീട് വയ്ക്കുക എന്നുള്ളത്. പക്ഷേ ഞാൻ ബഹ്റൈൻ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തിട്ട് പോലും ഒരു വീട് വയ്ക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് OET പഠിക്കണം എന്നൊരു ആഗ്രഹം തോന്നിയത്. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഒരു കസിൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പം എനിക്ക് അത്ര നന്നായിട്ടൊന്നും പാലിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ കൂടെ 2 കുഞ്ഞുങ്ങൾ അപ്പോൾ ബഹ്റിലുണ്ട്. ജോലി കഴിഞ്ഞിട്ട് അവരോട് കാര്യോട് ചെയ്തതിന് ശേഷം എനിക്ക് അതിൻ്റെ വിശുദ്ധിയോട് കൂടെ അത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം എൻ്റെ മനസ്സിൽ ഒരു ഡേറ്റ് വന്നു, 4. അപ്പം ഞാനിവിടുത്തെ സാക്ഷ്യങ്ങൾ മുടങ്ങാതെ കേൾക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന ആ ഡേറ്റിൽ എല്ലാം സാധിക്കുമെന്ന്. അപ്പം 4 എന്ന് പറഞ്ഞ ഡേറ്റ് എൻ്റെ മനസ്സിൽ വന്നപ്പം ഞാൻ ഉടനെ നെറ്റിൽ കയറി നോക്കി. OETക്ക് 4 എന്ന് പറഞ്ഞ ഡേറ്റുള്ള എക്സാം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഡിസംബർ 4 എന്ന് പറഞ്ഞ ഒരു എക്സാം ഉണ്ട്. ഞാൻ ഉടനെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞങ്ങൾ നവംബർ 1-ാം തീയതിയാണ് ഏകദേശം ഞങ്ങൾ ഡേറ്റ് എടുത്തു. ഏകദേശം 30 ദിവസം കൂടി ഉള്ളൂ എനിക്ക് പഠിക്കാനായിട്ട്. ഞാൻ ഡിസംബർ 4-ന് മാതാവ് പറഞ്ഞ ഡേറ്റ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ എക്സാം എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഡ്യൂട്ടി ഭാരം, കുഞ്ഞുങ്ങൾ എല്ലാം കൂടി എനിക്ക് പറ്റാതെയായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, പൈസ പൊയ്ക്കോട്ടെ, നീ നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ആശ്വാസമായിരുന്നു, ശരി കുഴപ്പമില്ല എന്ന്. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 1 മാർക്കിനാണ് ഫെയിലായത്. അപ്പം ഞാൻ ഫെയിലായേക്കാൾ കൂടുതൽ എനിക്ക് തോന്നി മാതാവ് പറഞ്ഞ ഡേറ്റിലാണ് ഞാൻ പരീക്ഷ എഴുതിയത്. അപ്പം മാതാവിനെ അങ്ങനെ തോൽപ്പിക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു. ഞാനപ്പോൾ രണ്ടാമത് പിന്നെയും പഠിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ ഡേ കെയറിൽ വിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. പഠിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടേ ഞാൻ ഇനി എക്സാം എഴുതത്തുള്ളൂ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ആ സമയത്ത് ഞങ്ങളുടെ മൂത്ത കുഞ്ഞിന് LKGയിൽ അവിടെ അഡ്മിഷൻ എടുത്തു. ഏകദേശം 40,000 രൂപ ഞങ്ങൾ ഡൊണേഷൻ കൊടുത്തിട്ടാണ് ഞങ്ങളവിടെ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കുവാണ്, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കും, ഞാൻ ജയിക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞിന് ഞാൻ അവിടെ LKG അഡ്മിഷൻ എടുത്താൽ ഞാൻ ജയിച്ച് ഞാൻ 3 മാസം കഴിഞ്ഞ് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വരുമ്പോൾ കുഞ്ഞിനെ എങ്ങനെ പഠിപ്പിക്കും? അപ്പോൾ ഒരു അരുൾപ്പാടെന്ന പോലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാം. എൻ്റെ ഹസ്ബൻഡ് തിരിച്ചെന്നോടും പറഞ്ഞു ഓക്കെ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, 40,000 രൂപ അവർ തിരിച്ച് തരത്തില്ല, കുഴപ്പമില്ലേ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല എന്ന് അദ്ദേഹവും പറഞ്ഞു. എല്ലാവരും ഞങ്ങളോട് ചോദിച്ചു, ബഹ്റൈനിൽ സെൻറ്റർ ഉണ്ട്, ഇത്രയും രൂപ കൊടുത്ത് നിങ്ങൾ എന്തിനാണ് നാട്ടിൽ പോണേ? കാശ് പോയാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടേ ഞാൻ എക്സാം ചെയ്തോളൂ എന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാനിവിടെ വന്നു. കൊച്ചിന് അഡ്മിഷൻ നാട്ടിലെടുത്തു. 2 കുഞ്ഞുങ്ങളെ നാട്ടിലാക്കിയിട്ട് തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി കാശ് രൂപം വെച്ച് ഞാൻ എക്സാം എഴുതി. ഞാൻ എക്സാം പാസ്സായി. ഡിസംബർ 4-ന് ഞാൻ എഴുതിയ എക്സാം കൂടി ചേർത്ത് വെക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ എൻ്റെ മാതാവ് പറഞ്ഞ ഡേറ്റ് എനിക്ക് ഒട്ടും പ്രയോജനപ്പെടാതെ വന്നില്ല. അതിനുശേഷം ഞാനിവിടുന്ന് തിരിച്ചു പോയി. ഞങ്ങളുടെ കൊച്ചിനെ ആദ്യം അഡ്മിഷൻ എടുത്ത സ്ഥലത്ത് ഞങ്ങൾ ഒന്നുകൂടി വിളിച്ച് ചോദിച്ചു, ഒരു 10,000 രൂപയെങ്കിലും തിരിച്ച് കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു ചോദിച്ചു. അവർ പറഞ്ഞു ഒന്നും തിരിച്ചു തരത്തില്ലെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ കാശ് രൂപമായിട്ട് അവരുടെ സ്കൂളിലോട്ട് നേരിട്ട് ചെന്നു. ഞാൻ നേരിട്ട് ചെല്ലുമ്പോൾ ആ മാനേജർ ഒന്നും തിരിച്ച് പറയാതെ എനിക്ക് 30,000 രൂപയുടെ ചെക്കാണ് തിരിച്ചു തന്നത്. ഞാൻ 10 പ്രതീക്ഷിച്ചുള്ളൂ, പക്ഷെ 30 എനിക്ക് തിരിച്ചു തന്നു. പിന്നെ അവിടുന്ന് തുടങ്ങി എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ അനുഗ്രഹങ്ങളെല്ലാം കിട്ടുന്നത് എല്ലാ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി മാറ്റുമായിരുന്നു. എൻ്റെ കൂട്ടുകാരികളോട് പറയും, ഓഫ് മാറ്റി തരാമോ, ഞാൻ അവരുടെ നൈറ്റ് ഡ്യൂട്ടി എടുത്തോട്ടെ. അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിയും ഓഫും എല്ലാം മാറ്റിയിട്ടാണ് ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നത്. അപ്പം അവരൊന്നും തിരിച്ച് പറയില്ല. അവർ എനിക്ക് ധ്യാനം കൂടാനാന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരികൾ എനിക്ക് മാറ്റി തരുമായിരുന്നു. ഞാൻ ഉടമ്പടി ധ്യാനം കൂടി അച്ഛൻ്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും, എനിക്ക് ഒരു സന്തോഷ വാർത്ത ഉറപ്പായിട്ടുണ്ടാവും. ആദ്യത്തെ ആഴ്ചയിൽ എനിക്ക് ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി. 2-ാമത്തെ ചൊവ്വാഴ്ച എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. അങ്ങനെ ഓരോരോ ചൊവ്വാഴ്ചകൾ എനിക്ക് ഓരോന്ന് കിട്ടാൻ തുടങ്ങി.
അത് കഴിഞ്ഞ് ഞാൻ CBT എക്സാം ഉണ്ട്, അതും ഞാൻ ചൊവ്വാഴ്ച കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് എടുത്തത്. എനിക്ക് ധ്യാനം കൂടിയിട്ട് എക്സാമിന് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എക്സാം എഴുതി, അതും പാസ്സായി. അങ്ങനെ എല്ലാ ചൊവ്വാഴ്ചയും കഴിഞ്ഞു. എൻ്റെ 3 മാസത്തെ ഉടമ്പടി പൂർത്തീകരിച്ചു. പക്ഷേ ഉടമ്പടിയുടെ ടൈം കഴിഞ്ഞിട്ടും എനിക്ക് ആ ജീവിതം വിട്ടു പോകാനായിട്ട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ അങ്ങ് മുന്നോട്ട് പോകാനായിരുന്നു ഇഷ്ടം. പക്ഷെ തിരിച്ച് ഇവിടെ വന്നിട്ടേ ഉടമ്പടി പുതുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ തന്നെ ഒരു പേപ്പറിൽ 6 കാര്യങ്ങൾ എഴുതിയിട്ട് അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പോലെ തന്നെ ഞാൻ അങ്ങ് മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങി. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഓരോ ചൊവ്വാഴ്ച എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബഹ്റൈനിലെ ഒരു പ്രശ്നം, ഞാൻ ഡിഫൻസിലാണ് വർക്ക് ചെയ്തത്. അവിടുന്ന് ജോലി റിസൈൻ ചെയ്തവർക്കറിയാം, ഏകദേശം ഒരു 2 മാസത്തോളം എടുക്കും അവിടുത്തെ പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ആവാനായിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എനിക്ക് സെപ്റ്റംബർ 8-ാം തീയതി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ സെപ്റ്റംബർ 15 എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് ഇട്ടിട്ട് ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു. വെറും 7 ദിവസം. അത് ഒരിക്കലും അവിടെ നടക്കില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. കാരണം ആ 7 ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് അന്ന് സന്തോഷം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 13-ാം തീയതി 5 ദിവസം കൊണ്ട് എൻ്റെ എല്ലാ പേപ്പറുകളും ഹോസ്പിറ്റലിൽ വരെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പേപ്പറുകളും 5 ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടി. പക്ഷെ ഞാൻ സംതൃപ്തിയല്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ ഡേറ്റ് സെപ്റ്റംബർ 15 ആയിരുന്നു. എനിക്കെല്ലാം കിട്ടിയത് സെപ്റ്റംബർ 13-ആണ്. അതെനിക്ക് വേണ്ട. കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞത് സെപ്റ്റംബർ 15-ആണ്. അപ്പം സെപ്റ്റംബർ 13-ാം തീയതി 3:30 ബഹ്റൈൻ പോലീസ് ക്ലിയറൻസ് എനിക്ക് കിട്ടുമായിരുന്നു. അതോട് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പേപ്പർ വർക്കും കംപ്ലീറ്റ് ആയി. അത് മേടിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് ടാക്സിയിൽ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കിത് വേണോ? 15-ാം തീയതിയാണ് ഞാൻ നിന്നോട് പറഞ്ഞ ഡേറ്റ്, അതെനിക്ക് വേണ്ട. അതുപോലെ തന്നെ അവിടെ ചെന്നു. ഞാൻ നോക്കുമ്പോൾ ഞാൻ UK-ക്കാണ് പോണത്. പക്ഷേ അവർ എഴുതിയിരിക്കുന്നത് അമേരിക്ക എന്നാണ്. അപ്പം പിന്നെ എൻ്റെ പേരിൽ മിസ്റ്റേക്കുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു, പിറ്റേ ദിവസം വാ, കറക്ഷൻ ചെയ്തു തരാമെന്ന്. പിറ്റേ ദിവസം സെപ്റ്റംബർ 14. അപ്പോഴും ഞാൻ സംതൃപ്തിയല്ല. ഞാൻ ഡ്രസ്സ് മാറി 3:30 പോകണം. ഞാൻ 14-ാം തീയതിയാണ്, എനിക്ക് ഇന്നും വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടുന്ന് പോണത്. ഡ്രസ്സ് മാറി വീടിൻ്റെ വാതിലടയ്ക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കോൾ വരുന്നു, ഇന്ന് വരണ്ട, നാളെ വന്നാൽ മതിയെന്ന്. പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 15-ന് ഞാൻ പറഞ്ഞ ഡേറ്റിൽ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഞാൻ വളരെ ഹാപ്പി ആയി നിൽക്കുവാണ്. നാട്ടിലോട്ട് തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പം എനിക്ക് ഏജൻസി പറഞ്ഞ ഡേറ്റ്, ഞാൻ എല്ലാ പേപ്പറുകളും ലേറ്റ് ആയതുകൊണ്ട് ഞാൻ നവംബർ ഡിസംബർ മാസത്തിലേ പോകത്തുള്ളൂ എന്ന് എല്ലാ ഏജൻസിക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ധ്യാനം, ചൊവ്വാഴ്ചത്തെ ധ്യാനം, അടുത്ത ധ്യാനം കൂടുന്നു. ധ്യാനം കൂടിക്കഴിഞ്ഞ് ധ്യാനം കൂടിക്കഴിഞ്ഞ് ഉടനെ തന്നെ ഏജൻസിക്കാർ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, നിമ്നയ്ക്ക് ഒക്ടോബറിൽ പോകാൻ താല്പര്യമുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, നാട്ടിൽ പോയിട്ട് കൊച്ചങ്ങളുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കണം എന്ന്. പക്ഷെ ആ ഏജൻറ്റ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എന്തിനാ ഇത്ര ലേറ്റ് ആക്കുന്നത്, എല്ലാ പേപ്പറും ഇപ്പോൾ കൊടുത്തല്ലോ. അപ്പോൾ ആ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ശരിയെന്ന് ഇങ്ങനെ മനസ്സോടെ ഞാൻ സമ്മതിച്ചു. അപ്പം ഒരു പേപ്പറുണ്ട്, COS എന്ന് പറയുന്ന പേപ്പർ. ആ പേപ്പർ 45 ദിവസമായിട്ടേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ 30 ദിവസം, അങ്ങനെയാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ഉറപ്പായിട്ടും വിചാരിച്ചു, എനിക്കിപ്പോൾ കിട്ടത്തില്ലല്ലോ, അയാളോട് ഞാൻ ഓക്കെ പറഞ്ഞെങ്കിലും എനിക്ക് കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. അടുത്ത ആഴ്ചത്തെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞു. ഉടനെ എനിക്ക് COS വന്നു. 7 ദിവസം കൊണ്ട് എനിക്ക് COS വന്നു. ഞാൻ നാട്ടിൽ വന്നു. അടുത്ത ചൊവ്വാഴ്ച എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വന്നു. വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ, അതും ധ്യാനം കഴിഞ്ഞിട്ട്. അപ്പം വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നോട് ഏജൻറ്റ് പറഞ്ഞു, 10 മണിക്ക് മുമ്പ്, പിറ്റേ ദിവസം 10 മണിക്ക് മുമ്പ് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 10 മണിക്ക് എനിക്ക് ഉള്ളിലിരുന്ന് പറയാണ്, 10 മണിക്ക് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അതിനു മുമ്പേ എനിക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ല. ഞാൻ ഏതെങ്കിലും ഒരു കഫേ പോയിട്ട് വേണം വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം എല്ലാ കഫേകളും തുറക്കുന്നത് 10 മണിക്കാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, എനിക്ക് അതിനു മുമ്പ് എവിടെയെങ്കിലും പോയി എനിക്കൊന്ന് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചനാണെങ്കിൽ ഒരു വീട്ടിൽ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു, അവിടെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 8 മണിക്ക് അവരുടെ വീട്ടിലോട്ട് പോവാണ്. ഏകദേശം 2 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. 9:45 ഞാൻ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. 10 മണിക്ക് എൻ്റെ കൂടെ വന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചന് സ്ട്രോക്ക് വന്നു, ആൾ വീണു. 10 മണിക്ക് ഞാൻ അപ്പച്ചനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് ഓടുമായിരുന്നു.
അപ്പം ആ 10 മണിക്കെന്ന് പറഞ്ഞ സമയം എന്നെ നിന്ന് മാറ്റിച്ചത് മാതാവാണെന്ന് ഞാൻ ഉറക്കെ വിശ്വസിക്കുന്നു. പക്ഷെ ആ സ്ട്രോക്ക് വന്ന് ഓർമ്മ പോയ ആളും എന്നോട് ചോദിക്കുവാണ്, നീ സബ്മിറ്റ് ചെയ്തുവോ, നീ കൊടുത്തോ എന്ന് ആളെ എന്നോട് ചോദിക്കുമായിരുന്നു. ഞാൻ എല്ലാം കൊടുത്തു എന്ന് ഞാൻ ആളോട് ഇങ്ങനെ പറയുന്നുണ്ട്. ആളുടെ ബോധം മറഞ്ഞു. അതിനുശേഷം എൻ്റെ വിസ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ വിസയും ടിക്കറ്റും വരാതെ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ഒരു മനസ്സിനൊരു വിഷമമായിരുന്നു. പക്ഷേ നീണ്ടു പോവാണെന്നുള്ളത് കൊണ്ട് ഞാൻ ഉറപ്പിച്ചു, ഞാൻ വെള്ളിയാഴ്ച ഇവിടെ വരും, സാക്ഷ്യം പറയും. പക്ഷേ വിസയ്ക്കോട് ഞാൻ അപ്പോഴും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഏകദേശം 12 ദിവസം എടുക്കുമെന്ന്. അപ്പോൾ എനിക്ക് വിഷമമായി. 12 ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് വെള്ളിയാഴ്ച വരുമ്പോൾ സാക്ഷ്യം പറയാൻ പറ്റില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ധ്യാനം കേൾക്കുകയാണ്. എനിക്ക് എറണാകുളത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഹെഡ്സെറ്റ് വെച്ച് ഞാൻ ട്രെയിനിലൊക്കെ ഇരുന്നിട്ട് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക. ധ്യാനം കഴിയുമ്പോൾ അടുത്ത ഹാപ്പി ന്യൂസ് എനിക്ക് ഉറപ്പാണെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. ധ്യാനം കഴിയേണ്ടി വന്നില്ല. ഇടയ്ക്ക് വെച്ച് തന്നെ എനിക്ക് കോള് വന്നു, വിസ റെഡിയാണ്, വിസ കളക്ട് ചെയ്തോളാൻ. അവർക്ക് 12 ദിവസം എടുത്തെങ്കിൽ എനിക്ക് അപ്പോഴും 7 പറഞ്ഞ കണക്ക് തന്നെയായിരുന്നു. 7 പറഞ്ഞ ദിവസം കൊണ്ട് എനിക്ക് വിസ കിട്ടി. ഇന്നലെ എനിക്ക് ടിക്കറ്റ് കിട്ടി. ഇന്ന് എനിക്ക് മാതാവിനോടായിരുന്നു, ഇന്ന് എനിക്കിവിടെ വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയണം എന്നായിരുന്നു. എനിക്ക് ടിക്കറ്റും കിട്ടി, വിസയും കിട്ടി. ഇന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയണു. ഈ വരുന്ന 26-ാം തീയതി ഞാൻ പോവുകയാണ്. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഞാൻ ഏജൻറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒക്ടോബറിൽ പോകണ്ടെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം കൊണ്ടാണ് ഞാൻ ഒക്ടോബറിൽ പിന്നെ ഡേറ്റ് ഓക്കെ ആക്കിയത്. ഇപ്പോൾ നവംബർ ഡിസംബർ ബാച്ച് ഹോസ്പിറ്റലുകാർ കൊണ്ടുപോകുന്നില്ല. അവർ പറഞ്ഞു അവർക്ക് അക്കോമഡേഷൻ പ്രോബ്ലം കാരണം അവർ കൊണ്ടുപോകുന്നില്ലെന്ന്. ഇനി ജനുവരിയിലേ ഉള്ളൂ. അപ്പോൾ ഈ ഒക്ടോബറിൽ തന്നെ എനിക്കൊരു മെഡിക്കൽ പോലും വേണ്ട. ഞാൻ ഗൾഫ് കൺട്രീസും വന്നുകൊണ്ട് എനിക്കൊരു മെഡിക്കൽ പോകേണ്ട വേണം. എനിക്ക് ഒന്നുമില്ല. ഞാൻ വീട്ടിലിരുന്നു കൊണ്ടാണ് എൻ്റെ എല്ലാ പേപ്പറുകളും എൻ്റെ വീട്ടിലോട്ട് വന്ന് ഞാൻ ഒക്ടോബർ 26-ാം തീയതി ഞാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ മൂത്ത കുട്ടിക്ക് ഭയങ്കര കഫക്കെട്ടായിരുന്നു. മൂക്കിൽ നിന്ന് വന്ന കണ്ടാൽ ശരിക്കും പഴുത്താണ് വരുന്നത്. അപ്പം ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ ഞാൻ വന്നതിന് ശേഷം കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് TB ആണെന്ന് ഏകദേശം കൺഫേം ആണെന്നാണ്. അപ്പം ഞാൻ TB ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എൻ്റെ കൂടെ രാത്രി അവളും മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ നെബുലൈസേഷൻ കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്, അല്ലെങ്കിൽ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യണം. ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു നെബുലൈസേഷൻ ഞാൻ കൊടുത്തോളാം, വീട്ടിൽ മെഷീൻ ഉണ്ടെന്ന്. ഞാൻ ഒരു നെബുലൈസേഷനും കൊടുത്തില്ല. അതിനു മുമ്പ് ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിൻ്റെ മൂക്കിൽ നിന്ന് വരുന്നത് നിന്നു. ഇന്ന് അവൾക്ക് കഫക്കെട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇൻഹേലർ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വേറൊരു കാര്യം, എനിക്ക് ബ്രസ്റ്റിന് ഒരു പെയിനും ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഒരു പേടി ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് സ്കാൻ ചെയ്ത് ഡോക്ടറോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. ഞാൻ അപ്പോൾ വേദന ഉള്ള അന്ന് തുടങ്ങി ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് മുട്ടിനോട് വേദന ഉണ്ടായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റില്ല. ശരിക്കും പ്രായമുള്ള ആൾക്കാർ നടക്കുന്ന പോലെയായിരുന്നു എനിക്ക് മുട്ടിന് വേദന. അതും ഞാൻ മാതാവിൻ്റെ തൈലം വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് മുട്ടുവേദനയുമില്ല. ഞാൻ പൂർണ്ണ ആരോഗ്യമായിരിക്കുന്നു. ഇനി എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം വഴി വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതെല്ലാം കൂടി ഒരുമിച്ച് ഞാൻ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്ക്